എല്ലാവർക്കും നമസ്കാരം. പോളോ ആൻഡ് ഷാരൂസ് യൂണിവേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ മധുരൈ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പിൻ്റെ അവസാനത്തെ, അതായത് മൂന്നാമത്തെ ഭാഗമാണ്. മറ്റു 2 ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതെല്ലാവരും കാണുക. എന്നിട്ട് തുടർ വീഡിയോ ആയിട്ട് ഇതും കാണുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. രാമേശ്വരത്ത് നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രം, മറുവശത്ത് ബംഗാൾ ഉൾക്കടൽ. അവ രണ്ടും കൂടിച്ചേരുന്ന ഇടം, അതാണ് ധനുഷ്കോടി. ധനുഷ്കോടി എന്ന പേരിന് പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. രാമൻ രാവണനോടുള്ള യുദ്ധത്തിനു മുമ്പ് കടലിന്മേൽ പാലം പണിയാൻ തീരുമാനിച്ചു. വില്ലിൻ്റെ അറ്റം കടലിലേക്ക് സ്പർശിച്ച അവിടെ ഒരു വര വരച്ചു. ആ വരയാണ് പിന്നീട് സേതുബന്ധനം അല്ലെങ്കിൽ രാമസേതുവായി മാറിയത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വില്ലിൻ്റെ അറ്റം എന്നർത്ഥം വരുന്ന ധനുഷ്കോടി എന്ന പേര് ലഭിച്ചത്. ധനുഷ്കോടിക്ക് കുറച്ച് അകലെ സമുദ്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് കോദണ്ഡരാമർ ക്ഷേത്രം. കഥ പറയുന്നത് ഇങ്ങനെ: രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ രാവണൻ്റെ അനീതികളിൽ നിന്ന് രക്ഷപ്പെടാൻ രാമനോട് അഭയം തേടി. അവിടെ തന്നെ രാമനും ലക്ഷ്മണനും അവനെ സ്വീകരിച്ചു. അതിനുള്ള ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ഇവിടെ ഞാൻ പോയിട്ടില്ല. അത് വായിച്ചേ നീ? ആരാടാ കോദണ്ഡരാമൻ? നിന്റെ ക്ലാസ്സിലാണല്ലോ ഞാൻ അറിഞ്ഞേ. നിന്റെ ക്ലാസ്സിലാണ്, അപ്പുറത്തെ ഡിവിഷനില്. കണ്ട അപ്പൊ മനസ്സിലായി നിനക്ക്. 1964 ചുഴലിക്കാറ്റിനും പലപ്പോഴായിട്ടുണ്ടായ വെള്ളപ്പൊക്കത്തിനും ക്ഷേത്രത്തെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ സംരക്ഷണമാണെന്നാണ്. ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ കടൽ തിരകളുടെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും ഭക്തരുടെ ജപങ്ങളും ഇതെല്ലാം നമുക്ക് ഒരുപോലെ കേൾക്കാം. അത് വളരെ നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ധനുഷ്കോടിയിലേക്കുള്ള റോഡ് തന്നെ ഒരു നല്ലൊരു അനുഭവമാണ്. 2 വശത്തും കടൽ, നടുവിൽ ചെറിയൊരു റോഡ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശരിക്കും കടലിന്മേൽ പറക്കുന്ന പോലെ തോന്നും. ഇതെൻ്റെ 2ാമത്തെ യാത്രയാണ് ധനുഷ്കോടിയിലേക്ക്. ആദ്യത്തെ യാത്ര ബൈക്കിലൊരു സോളോ ട്രിപ്പായിരുന്നു. പിന്നീട് കല്യാണത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ച ഒരു ട്രിപ്പാണ് ധനുഷ്കോടി ട്രിപ്പ്. ഷാരുവിനെയും കൊണ്ടുപോകണമെന്ന്. പിന്നെ കുഞ്ഞും കൂടി ആയപ്പോൾ പൊന്നിക്കുട്ടനെയും കൂടി കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ടായി. ക്ഷേത്രത്തിന് ചുറ്റും കുറേ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളുടെ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര പിന്നെയും തുടർന്നു. വിൻഡോ തുറന്ന് കടൽക്കാറ്റ് മുഖത്തേക്ക് വീശുമ്പോൾ തിരകളുടെ ശബ്ദവും ചെവിയിൽ നിറയുമ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ആണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവാത്തൊരനുഭവം. നമുക്കറിയാം, രാമേശ്വരം എന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ശിവൻ്റെ വിശേഷ ആരാധനാലയമായ രാമനാഥസ്വാമി ക്ഷേത്രമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ധനുഷ്കോടിക്ക് പുരാണത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. രാമൻ രാവണനെ നേരിടാൻ വേണ്ടി കടലിന് മറുവശത്ത് ലങ്കയിലേക്ക് പോകേണ്ടി വന്നു. കടൽ കടക്കാൻ പാലം വേണം. അപ്പോൾ രാമൻ തൻ്റെ വില്ലിൻ്റെ അറ്റം കടലിലേക്ക് സ്പർശിച്ചു. വാനരസേന കല്ലുകളും പാറകളും കൊണ്ട് ഒരു പാലം പണിതു. അതിലൂടെ രാമനും സേനയും ലങ്കയിലേക്ക് രാവണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ആ കഥയാണ് നമ്മളെല്ലാവരും അറിയുന്ന രാമായണത്തിൻ്റെ പ്രധാന ഭാഗം. എന്നാൽ ധനുഷ്കോടിയുടെ ഇന്നത്തെ രൂപത്തിന് പിന്നിൽ ഒരു വലിയ ദുരന്ത കഥയുണ്ട്. 1964 ഡിസംബർ 22 ആ ദിവസം ഒരു ഭീകരമായ ചുഴലിക്കാറ്റ് ഈ പ്രദേശത്ത് വീശി. അതൊരു സാധാരണ ചുഴലിക്കാറ്റല്ലായിരുന്നു. 175 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശി. കടലിൻ്റെ തിരകൾ 20 അടിയോളം ഉയർന്നു. ആ രാത്രിയിൽ മുഴുവൻ പട്ടണം കടലിൽ വിഴുങ്ങിപ്പോയി. അന്ന് രാത്രി പാമ്പൻ പാലം വഴിയെത്തിയ ഒരു ട്രെയിൻ കടലിൽ വീണു. ഒരു യാത്രക്കാരൻ പോലും രക്ഷപ്പെടാനായില്ല. ട്രെയിൻ മുഴുവനായും തിരയിൽ മുങ്ങിപ്പോയി. അന്ന് രാത്രി 1800-ലധികം ആളുകൾ മരിച്ചു. ധനുഷ്കോടി ഒരൊറ്റ രാത്രി കൊണ്ട് ജീവനുള്ള പട്ടണത്തിൽ നിന്നും ദ ഗോസ്റ്റ് ടൗൺ ആയി മാറി. അന്ന് മുതൽ സർക്കാർ ധനുഷ്കോടിയെ അബണ്ടൻഡ് ടൗൺ ആയി പ്രഖ്യാപിച്ചു. മനുഷ്യർ താമസിക്കരുത് എന്ന് തീരുമാനിച്ചു. ഇന്ന് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടം, പോസ്റ്റ് ഓഫീസിൻ്റെ മതിൽ, സ്കൂളിൻ്റെ തകർന്ന കെട്ടിടം, പള്ളിയുടെ പകുതി ഭാഗം,
ബാക്കി ഭാഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ മണ്ണിനടിയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് എൻ്റെ രണ്ടാമത്തെ യാത്രയാണ് ധനുഷ്കോടിയിലേക്ക്. 2019 ആദ്യമായി ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കഥകളൊന്നും അത്ര കാര്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി കുറച്ചൊന്ന് വായിച്ചിട്ട് പോകുന്നു എന്നേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ബൈക്കിന് നേരെ ധനുഷ്കോടിയുടെ ആ എൻഡ് പോയിൻ്റ് വരെ ബൈക്ക് ചെന്ന് പാർക്ക് ചെയ്തപ്പോൾ എനിക്ക് അവിടെ 2-3 മലയാളി കൂട്ടുകാരെ കിട്ടി. അവരും ഇതുപോലെ ഓരോ ബൈക്ക് യാത്രയൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ എത്തിയതാണ് അന്ന് ധനുഷ്കോടിയിലേക്ക്. ഒരാൾ ഒരു പാലക്കാടുകാരനും 2 പേര് തൃശ്ശൂരുകാരുമായിരുന്നു. അങ്ങനെ അവരുമായിട്ട് ഞാൻ അവിടെ സമയം സ്പെൻഡ് ചെയ്തു. അക്കൂട്ടത്തിൽ അവിടുത്തെ ഒരു കടക്കാരനുമായി ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് ധനുഷ്കോടിയുടെ ഈ 1964 ദുരന്തകഥ ഞങ്ങൾക്ക് ആദ്യമായി മുഴുവനായിട്ട് കേൾക്കുന്നത്. പിന്നീടാണ് ആ ഓൾഡ് ടൗൺ എന്നറിയപ്പെടുന്ന ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ ആ അറ്റം എത്താറായി. അരിച്ചാൽ മുനി, ദ ലാസ്റ്റ് ആക്സസിബിൾ പോയിൻ്റ് ഓൺ ഇന്ത്യാസ് മെയിൻലാൻഡ്. അവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രവും ദ ബേ ഓഫ് ബംഗാളും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. അവിടം തൊട്ടാണ് ആഡംസ് ബ്രിഡ്ജ് അഥവാ രാമസേതുവിൻ്റെ തുടക്കവും. ഈ ഒരു പോയിന്റിൽ നിന്നും ശ്രീലങ്കയിലേക്ക് 26 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. എൻ്റെ ജിയോ സിം എനിക്ക് അവിടെ ചെന്നപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, വെൽക്കം ടു ശ്രീലങ്ക എന്നുള്ളത്. ഇടതും വലതുമായി അതിരുകളില്ലാത്ത കടൽ, നടുവിൽ ചെറിയൊരു നീളമുള്ള റോഡ്. ഈ ഒരു കാഴ്ച എത്ര മനോഹരമാണെന്ന് ഫോണിലൂടെ ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. ഇവിടെ സൺസെറ്റാണ് ഏറ്റവും അടിപൊളി. ഞാൻ അന്ന് വന്നപ്പോൾ 2019 വന്നപ്പോൾ സൺസെറ്റ് കാണാൻ എനിക്ക് യോഗമുണ്ടായി. പക്ഷേ ഇത്തവണ ഞങ്ങൾ വന്നത് പകൽ സമയത്തായതുകൊണ്ട് സൺറൈസോ സൺസെറ്റോ കാണാൻ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ധനുഷ്കോടി എനിക്ക് കൊച്ചിനെ വളരെയധികം കാണിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ പാറക്കുട്ടൻ നേരെ ബസ് വന്ന് ഇറങ്ങുന്ന തൊട്ട് മുമ്പ് വരെ ഉറക്കമായിരുന്നു. കറക്റ്റ് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോഴേക്കും കൊച്ചെണീറ്റു. പിന്നെ അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. കാരണം കൊച്ചിനെ കടൽ കാണിക്കണം, ഷാരുവിനെയും കടൽ കാണിക്കണം. വെറും കടലല്ല, ധനുഷ്കോടി കാണിക്കണമെന്ന് എനിക്ക് അത്ര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കാത്തിരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. സൺസെറ്റിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ആകാശം റെഡ്, പിങ്ക്, ഗോൾഡൻ, മഞ്ഞ അങ്ങനെ പല കളറിലും നിറഞ്ഞു നിൽക്കും. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കടലിൽ കാണാനും സാധിക്കും. ശരിക്കും ഒരു സിനിമാറ്റിക് സീൻ പോലെ ആയിരിക്കും ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നിങ്ങളാരെങ്കിലും ധനുഷ്കോടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ 6 മണി മുതൽ 10 മണി വരെ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 6 മണി വരെ. അതാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് അതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് സൺസെറ്റ് ആയിരിക്കും. 4 മുതൽ 6 വരെയുള്ള ഒരു സമയത്ത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ ഒരു സമയത്തായിരുന്നു. അതാകുമ്പോൾ നമുക്ക് മറ്റേ ഉച്ചവെയിൽ അങ്ങനെ വലിയ വെയിലൊന്നും അടിക്കേണ്ട, പക്ഷെ വളരെ ഭംഗിയിൽ നമുക്ക് ഒരു കടലിനെയും ആകാശവും സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമായിരിക്കും അപ്പോഴത്തേന്ന് പറയുന്നത്. മാക്സിമം ഉച്ച സമയം ഒഴിവാക്കുക. ഉച്ച സമയത്തുള്ള സൺലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായിരിക്കും. പിന്നെ അറിയാമല്ലോ, വെള്ളം, ഭക്ഷണം അതൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം. കാരണം ധനുഷ്കോടി എന്നുള്ളത് അങ്ങനെ വലിയൊരു സിറ്റിയോ അത്ര ഡെവലപ്ഡ് ഏരിയ ഒന്നുമല്ല. പിന്നെ ഇവിടുത്തെ സീ ഫുഡ് മസ്റ്റ് ട്രൈ ആണ്. അതല്ലാതെ ഇപ്പോൾ വെജ് ഐറ്റംസൊക്കെ നമുക്ക് സാധാരണ സിമ്പിൾ മീൽസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് അങ്ങനെ പുറത്തുനിന്നധികം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ശരിക്കും പറയുന്ന കടൽ ഇവിടുത്തെ അൺപ്രഡിക്റ്റബിൾ ആണെന്നാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ കടലിലോട്ട് ഇറങ്ങി അങ്ങനത്തെ പരിപാടിയൊന്നും മാക്സിമം ഒഴിവാക്കാനാണ് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. അന്ന് വന്നപ്പോൾ സംസാരിച്ച കടക്കാരൻ പറഞ്ഞത് പ്രകാരം 3-4 കിലോമീറ്റർ സ്ഥലമാണ് ധനുഷ്കോടിയുടെ അന്ന് കടലെടുത്ത് പോയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ഭാഗമായിട്ട് മണ്ണിൽ പൊങ്ങി വന്നതാണ്. കടലിറങ്ങിയപ്പോൾ പൊങ്ങി വന്ന ഭാഗമാണ് ഇപ്പോഴും മറ്റേ ഓൾഡ് ടൗൺ എന്ന പേരിൽ അവശേഷിക്കുന്നത്. അതിനകത്ത് റെയിൽവേ സ്റ്റേഷൻ, പള്ളി, സ്കൂളിൻ്റെ കുറച്ച് ഭാഗം, അങ്ങനെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്കന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. മാത്രമല്ല പുള്ളി പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടും 2004 ഡിസംബർ 26 സുനാമി ധനുഷ്കോടിയെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ്. വെള്ളം അല്പം ഒന്ന് ഉയർന്ന ശേഷം പിന്നീട് പുറകിലേക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പുള്ളി പറഞ്ഞത്. പ്രധാന കരയിലെ മണ്ഡപത്തെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിച്ച് മുമ്പൊരു മീറ്റർ ഗേജ് റെയിൽപാത നിലനിന്നിരുന്നു. എന്നാൽ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലത്തെയും ധനുഷ്കോടിയും ബന്ധിപ്പിച്ചിരുന്ന ഈ മീറ്റർ ഗേജ് തകർന്നു പോയി.
പിന്നീട് 2003 സൗത്ത് റെയിൽവേ രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെ ഒരു 16 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു റെയിൽവേ പാതയുടെ സാധ്യത അന്വേഷിച്ചിരുന്നു. 2010 ധനുഷ്കോടിക്കും രാമേശ്വരത്തിനുമിടയിൽ പുതിയ റെയിൽ ലൈൻ സ്ഥാപിക്കാനുള്ള പദ്ധതി പരിശോധിച്ചു. പിന്നീട് 2016 ധനുഷ്കോടിയിൽ എത്താനുള്ളൊരു മാർഗം കടൽക്കരയിലൂടെ കാൽനടയായോ അല്ലെങ്കിൽ ദുർഘടമായൊരു ജീപ്പ് യാത്ര മാത്രമായിരുന്നു. 2016 തന്നെ ധനുഷ്കോടിയിലേക്കൊരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തത്. ഈ കാണുന്നതൊക്കെ പണ്ടത്തെ ഒരു ഓൾഡ് ടൗണിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കുറച്ച് ഭാഗമായിട്ട് കാണുന്നത്. പിന്നെ ഈ കുടിലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നു, പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അത് നശിച്ചു പോയതാണ്. ബാക്കി കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ആ ഓൾഡ് ടൗണിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര നടന്നാലും ആസ്വദിച്ചാലും മതി വരാത്തൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ആ ഒരു കടലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട്, അപ്പോൾ മാക്സിമം ചെവിയൊക്കെ അടച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കാറ്റടിച്ച് പിന്നെ നല്ല ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പണ്ടത്തെ കുറേ ബോട്ടുകളൊക്കെ നമുക്കിപ്പോഴും അവിടെ മണ്ണൊക്കെ നിറഞ്ഞൊക്കെ കാണാൻ സാധിക്കും. അതിനകത്തൊക്കെ കയറി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ചെറിയ തരം ഷോപ്പിംഗ് ഒക്കെ നടത്താൻ ഈ കക്കയുടെയൊക്കെ ഓരോ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് അതിനുള്ള ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ശരിക്കും അവിടെ ജീവിക്കുന്നവർക്ക് നമ്മൾ ഈ നടത്തുന്ന ഷോപ്പിംഗ് മാത്രമാണ് അവർക്കൊരു വരുമാന മാർഗം എന്ന് പറയുന്നത്. പിന്നെ ഈ ചെറിയ അങ്ങനെ ഓലമേഞ്ഞ ഹോട്ടലൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സീ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളും ചെറിയ തരം ഷോപ്പിംഗ് ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ധനുഷ്കോടി ചെന്നപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിരുന്നു, പിന്നെ കക്ക കൊണ്ടുള്ള വള മേടിച്ചിരുന്നു. ഇവിടെ വന്നിരിക്കണേ സ്ഥലം പറ. ധനുഷ്കോടിയിലെ ഗോസ്റ്റ് ടൗൺ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ശരിക്കും പോകുന്നത് അറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നും, ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കാൻ തോന്നും. നല്ല ക്ലൈമറ്റുമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ, മഴയൊന്നുമില്ലാത്ത എന്നാൽ ഒരുപാട് വെയിലൊന്നുമില്ലാത്ത നല്ല രീതിക്ക് ഒരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ട്രിപ്പിനകത്ത് ഇപ്പം 3 ഭാഗങ്ങൾ ഇറങ്ങി 3 ദിവസങ്ങളുണ്ടായിരുന്നു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നതും ഈ ധനുഷ്കോടി ട്രിപ്പ് തന്നെയാണ്. മറ്റുള്ള ദിവസങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പക്ഷേ ഏറ്റവും അതിമനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു 3ാമത്തെ ദിവസം തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ധനുഷ്കോടിയിലെ ഈ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് 2ാമത്തെ ട്രിപ്പാണ് ധനുഷ്കോടിയിലേക്ക് ഞാൻ വരുന്നത്. പക്ഷേ അത് ഇനിയും പോകാനൊരു അവസരം കിട്ടി അതും ഞാൻ പോകും. കാരണം അത്രയും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലം തന്നെയാണ് ധനുഷ്കോടി. നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നട്ടുച്ചയ്ക്ക് മാത്രം പോകാതിരിക്കുക. മാക്സിമം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും സത്യം പറയാൻ മതിയാവില്ല. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോ പ്രിൻറ്റും എടുത്തിരുന്നു ഇവിടെ വെച്ചിട്ട്. കാരണം അതൊരു മെമ്മറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി പൊന്നിക്കുട്ടൻ വളർന്നു വരുമ്പോൾ നമുക്ക് കാണിക്കണമല്ലോ, ഞങ്ങൾ എങ്ങനെയാണ് പൊന്നിക്കുട്ടൻ നിന്നെ ആദ്യമായിട്ട് കടലൊക്കെ കാണിക്കാൻ കൊണ്ടുപോയത്, ധനുഷ്കോടിയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എത്ര ഫോട്ടോ എടുത്താൽ നമുക്ക് മതി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് മധുരൈ രാമേശ്വരം ചേർത്ത് നിങ്ങൾക്ക് വരാൻ ദിവസങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ധനുഷ്കോടി മാത്രം വന്നിട്ട് പോയാലും അതൊരു നഷ്ടമായിരിക്കില്ല എന്നാണ് ഞാൻ പറയുക. കാരണം അത്രയും മനോഹരമായിട്ട് പ്രകൃതി ചേരുന്നൊരിടമാണ് ധനുഷ്കോടി. കടലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ശരിക്കും മറ്റേ ആ സിനിമാ പേര് പോലെ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ഇത് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ധനുഷ്കോടി. മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ പറ്റില്ല എന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിമനോഹരമായ സ്ഥലമാണ് ധനുഷ്കോടി. ശരിക്കും ആ ഒരു നീലാകാശം, കറക്റ്റായ ഒരു പച്ചക്കടൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ധനുഷ്കോടിയുടെ ഈ ഒരു ഫുള്ള് ഞങ്ങൾ കണ്ടെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ച സമയമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി തിരിച്ച് 3 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്.
അപ്പോൾ അത് മധുരയിൽ നിന്നാണ്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നും പിന്നെ സീ ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ ധനുഷ്കോടി തന്നെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. ഇതാണ് ശരിക്കും മാപ്പിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. അവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മധുരയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണൊരു ഭയങ്കര വലിയ ട്വിസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കാരൻ വിചാരിച്ചു നമ്മളുടെ വണ്ടി കുറച്ച് വൈകിയാണെന്ന്. അതായത് 4:30 5 മണിയുടെ എന്തോ 4:45 4 മണിയുടെ എന്തായിരുന്നു നമ്മളുടെ ട്രെയിൻ. പുള്ളി വിചാരിച്ചത് 5 മണിന്നോ 6 മണിന്നോ എന്തോ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ വ്യത്യാസം പുള്ളി കേട്ടു എന്നാണ് പറഞ്ഞത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ പുള്ളി മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് ഇനി ആലോചിച്ചിട്ട് യാതൊരു വിധ കാര്യമില്ല. നമ്മളുടെ പ്ലാൻ വാസ് അനുവിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാം. ഇനി അറ്റപ്പറ്റ അത് പറ്റിയില്ലെങ്കിൽ അനുവിനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് അവൾ ഊബറോ ഓലയോ വല്ലതും പിടിച്ച് എയർപോർട്ടിലേക്ക് പോവാം. ഇതായിരുന്നു നമ്മളുടെ പ്ലാൻ. പക്ഷേ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയപ്പോൾ ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ആ നഗ്ന സത്യം പയ്യെ ഞങ്ങൾ ഓരോ ആൾക്കാരായിട്ട് റിയലൈസ് ചെയ്തു വരികയായിരുന്നു. നമുക്ക് ട്രെയിൻ മിസ് ചെയ്യും. എങ്ങനെയൊക്കെ പിടിച്ചാലും എന്തൊക്കെ രീതിയിൽ ഓടിയാലും വണ്ടി പറപ്പിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പറപ്പിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ സത്യം ഞങ്ങൾ പയ്യെ ഉള്ളിലേക്ക് ഗ്രഹിച്ചു വരികയായിരുന്നു ഈ പോക്കിൽ. ഒന്നും മിണ്ടാതെ എല്ലാവരും ആ നിശ്ചലമായി കിടക്കണ കടലും ആ കാണുന്ന വഞ്ചികളും കിടക്കുന്ന പോലത്തെ ഒരു മനസ്സായിരുന്നു ഞങ്ങളുടെ. ട്രെയിൻ പോയി എന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ, എന്ത് ചെയ്യും? കുറേ പേർക്ക് നാളെ ജോലിയുണ്ട്, കുറേ പേർക്ക് നാളെ ട്രാവൽ ചെയ്യാനുണ്ട്. എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു, അക്കുച്ചേട്ടന് വേറെ സ്ഥലത്ത് പോകണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ തലയിൽ കൂടി ഓടുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ശവമഞ്ചരത്തിൽ അവിടുത്തെ രീതിയിൽ ഒരു ആളെ കൊണ്ടുപോകണമൊക്കെ നമ്മൾ കണ്ടേ. ഏകദേശം ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങളും. എന്ത് ചെയ്യാനാ, വണ്ടി പോയി. എന്നാൽ അടുത്ത പ്ലാൻ ബി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്കാരനെ വിളിക്കുന്നു, പല കോഡ്സ് എടുക്കുന്നു നാട്ടിലേക്ക്. ഈ വണ്ടി നേരെ വിടണോ, വേറെ വണ്ടി പിടിക്കണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെന്താ, എത്ര രൂപയാവും, ഫിനാൻസ് പ്ലാനിങ്, അത് ഇത് എല്ലാം കൂടി അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ പാവം ഒന്നും അറിയാതെ ചിക്ക ഇരുന്ന് ചിരിക്കുന്നുണ്ടോ. ചിക്ക ചിരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വിത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത രണ്ട് പേര്. ബാക്കി എല്ലാവരും ഇതെന്ത് ചെയ്യും എന്നുള്ള ഇതിലായിരുന്നു. എത്ര കിലോമീറ്റർ ഉള്ളതെന്ന് നോക്ക്. 270 എന്തോ 266. അത് ആ പട്ടരെ വിളിച്ചു നോക്കണം. ട്രെയിൻ മിസ്സായതിൻ്റെ ഒരു വീഡിയോ. ഞങ്ങൾ അവസാനം തീരുമാനിച്ചു, സ്ഥിരമായി ഞങ്ങൾ ടൂർ ഏൽപ്പിക്കുന്ന സുനിൽ ഭായി ഏൽപ്പിക്കാതിരുന്നുകൊണ്ട് പുള്ളിയുടെ പ്രാക്ക് കാരണമാണ് ഇത് സംഭവിച്ചത്. ഇതൊക്കെ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ സുനിൽ ഭായിയുടെ ഹാർട്ട് പുള്ളിയുടെ 30,000 സേവ് ചെയ്ത് 30,000 പോയി. 18,000 ഫുഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 10,000 മുകളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നത്. 18,000 ഫുഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 10,000 ഡിഫറൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ 30,000 ഡിഫറൻസ് അത്രയും വ്യത്യാസം എനിക്ക് പിടികിട്ടില്ല. ഷോക്കായിരുന്നു. അയാളെന്നോട് പറഞ്ഞ അയാൾ 500, അത് ഞാൻ മെസ്സേജ് ഇട്ടു, 500 രൂപ ഞാൻ എൻ്റെ ലാഭം കൊടുക്കുന്നു പറഞ്ഞു. വൈകുന്നേരമുണ്ട്, പക്ഷെ എല്ലാം സ്ലീപ്പറാണ്. നാളത്തെ ടിക്കറ്റിൽ കാണിക്കുന്നില്ല, എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നത്. അതിന് ചാർജ് ഉണ്ടായിട്ട് ഇവിടെ പറയാൻ എല്ലാ ട്രിപ്പും ഓരോ അൺഫർഗറ്റബിൾ മെമ്മറി ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ള പോലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു 8ൻ്റെ പണിയായിരുന്നു ഇത്. ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ്.
ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കണേ. ഇതൊന്നും അറിയാതെ കുട്ടിപ്പട്ടാളം കിടന്ന് കളിക്കണുണ്ടോ. ട്രെയിൻ മിസ്സായി എന്നൊക്കെ മനസ്സിലായി. ഹായ്, നാളെ സ്കൂളിൽ പോകണ്ടല്ലോ എന്നുള്ള സന്തോഷം രണ്ടെണ്ണത്തിന്. നമ്മുടെ ലഗേജില്ല. നമ്മൾ ചെറുപ്പമാണെങ്കിൽ ഞാനും ചെറുപ്പക്കാരനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓടിപ്പിടിക്കും രവിചേട്ടനെ പിള്ളേരെ സ്റ്റേഷൻ മാസ്റ്റർക്ക് വിളിച്ച് കൈക്കൂലി കൊടുക്കുന്നത് മുതൽ ട്രെയിനിൻ്റെ ചെയിൻ വലിക്കുന്നത് വരെ 100,000 കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ അനുവിനെ എയർപോർട്ടിലേക്ക് വിട്ട് ഇതേ വണ്ടി കൊച്ചിയിലെത്തിക്കാനുള്ള പ്ലാനായി. നെക്സ്റ്റ് ഒരു മാസത്തെ വ്ളോഗ് കാണാറുണ്ട്. അന്നൊന്നും കാണാറില്ല. ഞാൻ ടെൻഷനുണ്ടോ? ബോർഡർ ക്രോസ് ചെയ്യാൻ പെർമിറ്റ് ഇല്ലാത്ത ഈ വണ്ടി അങ്ങനെ ഓണറിനോട് പറഞ്ഞ് സംസാരിപ്പിച്ച് പെർമിറ്റ് പിടിപ്പിച്ച് 3 വഴി നാട്ടിലെത്തിക്കാം എന്നുള്ള തീരുമാനത്തിലായി ഞങ്ങൾ. ഒന്നും അറിയാതെ ഉറങ്ങുന്ന പാറൂട്ടൻ. വലുതാവുമ്പോൾ അവളറിയും ഞങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. എന്തെങ്കിലും ടൈമിന് ഇറങ്ങുക, ടൈം മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു പാസ്റ്റ് എന്ന് അവൾ ചോദിക്കുമായിരിക്കും. അപ്പോഴും നമുക്ക് ഉത്തരവുണ്ട്, ഞങ്ങളുടെ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് നേരത്തെ ഇറങ്ങാൻ പറയണേന്ന്. എനിക്ക് പിന്നെയും ട്രാവൽ ചെയ്യണോ? ഞാനിതിന്റെ കവറാവണ്ടല്ലോ, എല്ലാം കവറാവണ്ടല്ലോ. നമസ്കാരം. അങ്ങനെ ഞാൻ ഫൈനലി ഇറങ്ങാൻ പോവാണ് ഗൈസ്. പ്ലെയിൻ കിട്ടുന്നൊരു ചെറിയ ഇത് മാത്രം. അപ്പൊ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ടേക്ക് കെയർ, ഹാപ്പി ജേർണി. ഓക്കെ ബൈ. ഞങ്ങളുടെ വണ്ടി മിസ്സായതുകൊണ്ട് ആകെ ലാഭം ഉണ്ടായ ഒരാളാണ് ആ ഇറങ്ങിപ്പോണേ. അവൾക്ക് ഊബർ പോലെയൊന്നും പിടിക്കാതെ നേരെ എയർപോർട്ടിൽ എത്താൻ പറ്റി സമയത്തിന്. അതെങ്കിലും ഭാഗ്യം. പിന്നെ ഒറ്റയ്ക്ക് പോണ ആളാണല്ലോ അവള്. അപ്പം അവൾക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയതിൽ ചെറിയ അസൂയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇങ്ങനെയൊക്കെ ഓർത്ത് നമ്മളെല്ലാവരും സമാധാനിച്ചു. ടാറ്റ പറഞ്ഞ് അവളെ വിട്ടു. പിന്നെ വണ്ടി വിട്ടുപോയ സങ്കടം ഒന്ന് വേറെ രീതിയിലെ സന്തോഷങ്ങളാക്കി മാറ്റാനായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. എന്നാൽ പിന്നെ ആദ്യം തന്നെ ആഹാരം കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു ചായയും കടിയിലും ഒതുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ട്രിപ്പ്, അതും ട്രെയിനിൽ നിന്ന് ചായയും കടിയും എന്ന് വിചാരിച്ചിരുന്ന ട്രിപ്പ് ഞങ്ങൾ വിശദീകരിച്ച് മസാല ദോശ, റവ ദോശ, ഇഡ്ഡലി, വട, സാമ്പാർ, അങ്ങനെ എന്തെന്നില്ലാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ പിള്ളേർ സൈഡായി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറി. എൻ്റെ കുഞ്ചുവിന് ഫോർമുല കൊടുക്കാൻ വേണ്ടി ശങ്കരൻ ഡിസ്ട്രാക്ട് ചെയ്ത് തലകുത്തി മറിയണതാണ് ആ കാണുന്ന കാഴ്ച. അത് കഴിഞ്ഞ് പതുക്കെ അവളെയും സെറ്റാക്കി എല്ലാ കുഞ്ഞുമണികളും സുഖനിദ്രയിലേക്ക് ആഴ്ന്നു. ചിക്ക് ഉറങ്ങി, ആയു ഉറങ്ങി, ആരു ഉറങ്ങി, ശുഞ്ചിരി ഉറങ്ങി.
പൊന്നമ്മയും ഉറങ്ങി. ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാതെ നോക്കി ഇരുന്നു. കാരണം എന്താ, വേറൊരാളും കൂടി ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വന്തം ഡ്രൈവർ. ആ മൂന്നാറിൽ കൂടി പോയ സമയത്ത് പുള്ളി ഉറങ്ങി വണ്ടി പാളി പോകുന്നത് എൻ്റെ അമ്മേ. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ പടമായി വരുമോയെന്ന് വരെ ഞങ്ങളെല്ലാവരും പേടിച്ചു. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം, ഓരോ തവണ പുള്ളി പാളിപ്പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ ചെന്ന് പുള്ളിയെ എണീപ്പിക്കുമായിരുന്നു. ഞങ്ങളും കൂടെ ഉറങ്ങിയിരുന്നെങ്കിൽ സൂപ്പറായിപ്പോയേനെ. ശങ്കരനും സൗമാമനും അക്കുച്ചേട്ടനും പോളേട്ടനും ഒക്കെ ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ പോയി എണീപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ, ലിറ്ററലി ഒരു അനുഭൂതിയായിരുന്നു ഇത്തവണത്തെ ട്രിപ്പ് എല്ലാ രീതിയിലും. വണ്ടി മിസ്സാകുന്നു, ലേറ്റാകുന്നു, ഡ്രൈവർ ഉറങ്ങിപ്പോയി, മരണം വരെ മുമ്പിൽ കാണുന്നു, എന്തെന്നില്ല എല്ലാം ഉണ്ടായിരുന്നു ഈ ട്രിപ്പിനകത്ത്. പതുക്കെ അങ്ങനെ ഞങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് നാട്ടിലെത്തി. ഇനി എന്തായാലും എല്ലാവരും സമയത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കും എന്ന് ഉറപ്പുണ്ടെന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റും ഈ ട്രിപ്പിന് ശേഷം. അങ്ങനെ ഒരു 30,000 രൂപയുടെ നഷ്ടം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഏജൻറ്റിനെ മാറ്റി. പുള്ളിയുടെ പ്രാക്ക് കാരണം 30,000 രൂപ തന്നെ, അതിലും കുറച്ച് കൂടുതൽ എക്സ്ട്രാ ചിലവും കൂടെ വഹിച്ച് ഞങ്ങൾ ഇത്തവണത്തെ ഫാമിലി ട്രിപ്പും റാപ്പ് ചെയ്തു. ഇനി അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ എന്തായിരിക്കുമെന്നോ, എങ്ങനെയായിരിക്കുമെന്നോ, എവിടെ ആയിരിക്കുമെന്നോ, എത്ര പേരുണ്ടാവുമെന്നോ ഒന്നും അറിയില്ല. കാരണം എല്ലാവരുടെയും ജീവിതം ഒരുപാട് മാറി. അനുക്കുട്ടി കല്യാണം കഴിച്ചു. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ അവൻ്റെ കൂടെ ഓസ്ട്രേലിയക്ക് പോവാം. ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്ക് ശങ്കരപൂച്ചയ്ക്കും പിള്ളേരായി. അവരുടെ ഇനി ടൈമും അതും ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അക്കുച്ചേട്ടൻ അബുദാബിയിലാണ് ഓൾറെഡി. അങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്നൊരു സമയം എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് തീരുമാനിച്ച് സമയം പാലിക്കുന്നുറപ്പിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.